തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള രാഷ്ട്രീയ മാറ്റത്തിന് പിന്നാലെ പി.വി. അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുമെന്ന് സൂചനകൾ. നാളെ നടക്കുന്ന വാർത്താ സമ്മേളനം രാജിപ്രഖ്യാപനത്തിന് വേണ്ടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സി.കെ. വിജയൻ വിവരങ്ങളുമായുണ്ട്. സി.കെ, അങ്ങനെ ഒരു നിർണായക തീരുമാനത്തിലേക്ക് അൻവർ പോകുന്നുവെന്ന് ഉറപ്പിക്കുന്ന സ്ഥിതിയാണോ? മറ്റെന്തെങ്കിലും ആരോപണങ്ങൾ കൂടി പറയാനാകും എന്ന ആദ്യ സൂചനകളുണ്ടായിരുന്നു. പക്ഷേ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചതു കൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതനാകാനാണോ തീരുമാനം? സ്വാഭാവികമായും അതൊരു വലിയ സസ്പെൻസായി നിലനിൽക്കുന്നുണ്ട്. ദിവീഷ് പറഞ്ഞ സാധ്യത, രാഷ്ട്രീയ സാധ്യത അപ്പോൾ തന്നെ വളരെ വലുതായി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതുവരെ പി.വി. അൻവർ ചെയ്ത കാര്യം തൃണമൂൽ കോൺഗ്രസുമായി അവരുടെ നേതാക്കന്മാരുമായി ഡൽഹിയിലും കൽക്കത്തയിലും ഉൾപ്പെടെ പലതവണ ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചയിൽ ഒന്നും തന്നെ അദ്ദേഹം അംഗത്വം എടുത്തതായി സ്ഥിരീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും അംഗത്വം സ്വീകരിച്ചിട്ടില്ല എന്നാണ് മാതൃഭൂമി ന്യൂസിലുൾപ്പെടെ അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അംഗത്വം സ്വീകരിക്കുകയും അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് നിയമപരമായി ചെയ്യേണ്ടി വരുന്ന കാര്യം എന്ന് പറയുന്നത് എം.എൽ.എ. സ്ഥാനം രാജിവെക്കലാണ്. അപ്പോൾ ആ രാജിവെക്കലും അംഗത്വം സ്വീകരിക്കുക എന്ന ചടങ്ങും എല്ലാം തന്നെ ഒരുമിച്ചുണ്ടാകുമോ, അല്ലെ പ്രഖ്യാപനവും നാളെ ഒരുമിച്ചുണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് പി.വി. അൻവർ അപ്രതീക്ഷിതമായി പല സമയങ്ങളിൽ പല കാര്യങ്ങൾ പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. കഴിഞ്ഞ ഏതാണ്ട് 5 മാസത്തിലധികമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ നിർണായകമായ ഒരു കാര്യം പറയാനുണ്ട് എന്നൊരു ആമുഖത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ടെറേസ് ഹോട്ടലിൽ നാളെ രാവിലെ 9:30 പി.വി. അൻവറിന്റെ വാർത്താ സമ്മേളനം ഉള്ളത്. സ്വാഭാവികമായും ഇതിനു മുൻപ് തന്നെ അദ്ദേഹം രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ പല പ്രമുഖരായ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിയമം അത്യാവശ്യം അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അതെല്ലാം ചേർത്ത് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിലേക്ക് അംഗത്വം എടുക്കുകയും നിലമ്പൂർ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുകയും ചെയ്യുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിനകത്ത് വീണ്ടും വളരെ സ്പന്ദനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിലെ അംഗത്വമെടുത്ത് CPM-നെതിരായുള്ള പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പിണറായി വിജയനും CPM-നുമെതിരെയുള്ള പോരാട്ടമായിരിക്കും അദ്ദേഹം നടത്തുക. അത് UDF-ന്റെ അകത്തു നിന്നാണോ, അല്ലെ UDF-നോട് ചേർന്ന് നിന്നാണോ, UDF-ന്റെ ഘടകകക്ഷിയായി നിന്നാണോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും നാളെ 9:30 വരെ നമുക്ക് കാത്തു നിൽക്കാം. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കുകയും എം.എൽ.എ. സ്ഥാനം രാജിവെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിലമ്പൂർ രാഷ്ട്രീയത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറും. സി.കെ, ഇപ്പോൾ വനവകുപ്പിന്റെ കേസുണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ജാമ്യത്തിൽ വിടുന്നു. എം.എൽ.എ. ആയിരിക്കുമ്പോൾ കിട്ടുന്ന, ഇപ്പോൾ അറസ്റ്റൊക്കെ നടന്നെങ്കിൽ പോലും കിട്ടുന്ന ഒരു സംരക്ഷണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടെറിഞ്ഞുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് പി.വി. അൻവർ പോകുന്നത് രാഷ്ട്രീയമായി അത്ര സുഖകരമായ ഒരു അനുഭവമാകുമോ വരും നാളുകളിൽ? അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം ദിവീഷ്, പി.വി. അൻവറിൻ്റെ ഒരു പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തികഞ്ഞ ആത്മാഭിമാനിയാണ് എന്ന് പലതവണ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എടുത്തു പറയുകയും ആ പാരമ്പര്യത്തിൽ താൻ അഭിമാനം കൊള്ളുന്നു, അതിൻ്റെ ചങ്കൂറ്റം തനിക്കുണ്ട് എന്ന് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നേടിയ കാര്യം ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ പിതാവ് ആരായിരുന്നു, അവരുടെ സാമ്പത്തിക നില എന്തായിരുന്നു, അവരുടെ മറ്റു കുടുംബാംഗങ്ങളുടെ സ്ഥിതി എന്താണ് എന്നതൊക്കെ, അത്തരത്തിലൊരു വലിയ ലെഗസിയെ അദ്ദേഹം തലയിൽ തന്നെ ചുമക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി മാത്രമല്ല CPM-ന്റെ M.L.A. ആയിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യം, ജയിലിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവം, അതെല്ലാം തന്നെ ഒരു അഭിമാനക്ഷതം അയാൾക്ക് ഒരുപക്ഷെ നേരിടുന്നുണ്ടാകാം. ഈ രീതിയിൽ ഒരു ആത്മാഭിമാനം ഇല്ലാതെ ഒരു M.L.A. ആയി തുടരുന്നതിലും ഭേദം അത് രാജിവെക്കുന്നതാണ്. ഇന്നത്തെ നിലയിൽ ഒരുപക്ഷെ രാജിവെച്ച് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും UDF-ന്റെ ഭാഗമായോ അല്ലെങ്കിൽ UDF-ന്റെ പിന്തുണയോടുകൂടിയോ അവിടെ മത്സരിക്കുകയും ചെയ്താൽ ജയിക്കാനുള്ള സാധ്യതയാണ് പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയാണെങ്കിലോ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അതൊരു വലിയ മാറ്റത്തിന് കാരണമാകും, അല്ലെങ്കിൽ വലിയ ചർച്ചാ വിഷയമാകും. അങ്ങനെ കേരളത്തിലെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം CPM-ൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ രാഷ്ട്രീയമായ ഒരു ക്രെഡിറ്റ് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിൽ നിൽക്കുമ്പോഴുണ്ട്. കാരണം അവർക്ക് കൂടുതൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, ദേശീയ പാർട്ടി എന്ന അംഗീകാരമുണ്ട്. അതെല്ലാം തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും. ഒരുപക്ഷെ കേന്ദ്രത്തിലെ അല്ലെങ്കിൽ ഒരു കേരളത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും പ്രവർത്തന രീതിയും മണ്ഡലവും എല്ലാം വികസിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനുള്ള സാധ്യത കൂടിയാകും അങ്ങനെ തുറന്നു കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നാളെ പി.വി. അൻവറിന്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് ഇപ്പോൾ ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ ആ സാധ്യത വളരെ വലുതായി അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് താൻ അംഗത്വം എടുത്തിട്ടില്ല എന്നാണ്. അതിനു മുൻപ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പാണക്കാട് ചെല്ലുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടാകാം. ലീഗിന്റെയും കോൺഗ്രസിന്റെയും UDF
എഫിൻ്റെ ഉൾപ്പെടെ എല്ലാ പിന്തുണയും അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ പുതിയ പരിവേഷമൊക്കെ ആകുമ്പോൾ നിലമ്പൂരിൽ ഒരു പക്ഷേ വിജയസാധ്യത കൂടുതലുണ്ട്. അത് കൂടി അദ്ദേഹം ഈ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ പരിഗണിച്ചാകും അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത് എന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വെച്ചിരിക്കുന്നത്. ഇന്ന് മലപ്പുറത്ത് കാണാമെന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇന്ന് 3 മണിയോടുകൂടി കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്നും അവിടെ വെച്ചോ അല്ലെങ്കിൽ മലപ്പുറത്ത് വെച്ചോ മാധ്യമങ്ങളെ കാണാമെന്നൊക്കെ ആയിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഈ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വെച്ചതിൻ്റെ അകത്ത് ചെറിയ സൂചനകളില്ലേ എന്നതാണ് എൻ്റെ ഒരു സ്വാഭാവികമായ സംശയം. ഒരുപക്ഷെ നാളെ തന്നെ അദ്ദേഹം രാജിവെച്ചുകൂടായില്ല. 17-ാം തീയതി നിയമസഭ ചേരാൻ വേണ്ടി പോകുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ അടുത്ത് വരുമ്പോൾ കൂടുതൽ സാധ്യത അതിനാണ്. ശരി, എന്തായാലും സമയം 7:30 ആകാൻ പോകുന്നു. ഇനി നാളെ രാവിലെ 9:30, ഏകദേശം 10 മണിക്കൂറിലേറെ കാത്തിരുന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. വലിയ ഒരു രാഷ്ട്രീയ കോളിളക്കം എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ, അതോ സ്വാഭാവികമായ ഒരു സംഭവം എന്ന നിലയ്ക്ക് മാറുമോ എന്നൊക്കെ പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടാണ്. വലിയ വിവാദങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും 12 മണിക്കൂറിനപ്പുറം കാത്തിരിക്കുന്നത് എന്ത് എന്ന് നമുക്ക് നോക്കാം.